ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോക, നമ്മുടെ റീസെൻ്റ്ലി സെൻസേഷനായ മൂവിയുടെ റിവ്യൂ ആണ്. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിലാണ് ഞാൻ മൂവി റിവ്യൂസ് ചെയ്യാറ്, അതേപോലെയാണ് ഇതും പറയുന്നത്. അപ്പോൾ ഇതൊരു നോൺ സ്പോയിലർ റിവ്യൂ ആണ്. ഈ ലോക ആദ്യം ഈ 1 വീക്ക് എടുത്തു എനിക്ക് ഈ മൂവി കാണാനായിട്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഫുള്ളി അവോയ്ഡ് ചെയ്ത് ഇരിക്കുമായിരുന്നു, ഒരു സ്പോയിലറും അറിയാതിരിക്കാൻ വേണ്ടി. എന്തായാലും വെർത്തായിരുന്നു. എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഞാൻ സ്റ്റോറി ഇതാണെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്റ്റോറിയും അതുപോലുള്ള കാര്യങ്ങളും ആയിരുന്നു. ഞാൻ ഒരു സൂപ്പർ ഹീറോ മൂവി എങ്ങനെയാണ് നമ്മുടെ വണ്ടർ വുമൺ അതുപോലെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇതിലെ മെയിൻ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും അധികം ആരും ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല. മലയാളികൾ വളരെ ചുരുക്കമാണ് കുറ്റം കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് മലയാളികളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊരു ചെറിയ നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ മലയാളികളെ കഴിഞ്ഞിട്ട് ബാക്കി ആൾക്കാരുള്ളൂ. പക്ഷേ എവിടെ നോക്കിയിട്ടും ഫുൾ പോസിറ്റീവ് റിവ്യൂ ആണ് ഈ 1 വീക്കിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി എന്തായാലും നെഗറ്റീവ് റിവ്യൂസ് വരാം. അതുപോലെ തന്നെ OTT ഇറങ്ങുമ്പോഴത്തേനും ഇതാണോ വലിയ സിനിമ എന്നുള്ള ചർച്ചകളും വരാം. പക്ഷേ എനിക്ക് വളരെ വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത 160 രൂപ വളരെ വെർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടത് ട്രിവാൻഡ്രം ഏരീസ് 1-ലാണ്. വളരെ നല്ലൊരു വിഷ്വൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് ഒരു 15 മിനിറ്റ്സ് കഥയിലോട്ട് കയറിയതിന് ശേഷം പിന്നെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്ന മൂവി. നമ്മൾ യാതൊരുവിധ ലാഗോ ഒരു കാര്യങ്ങളോ ഇല്ലാണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അത് ബെസ്റ്റ് വർക്കാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ഷോട്ട് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ മുമ്പ് ഇതേപോലത്തെ ഷോട്ട്സ് ലോങ് സീക്വൻസിലൊരു സിംഗിൾ ഷോട്ട് ഇങ്ങനെ കാണുന്നത് എനിക്കൊന്ന് ഹ്യൂഗോ എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട് ഹോളിവുഡിൽ. അതാണ് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത്. അതേപോലെ വളരെ കിഡിലായിട്ട്, അത്രയും ഡ്യൂറേഷൻ ഇല്ലെങ്കിൽ പോലും എനിക്കൊന്ന് ഒരു 15 സെക്കൻഡ് ആണെന്ന് തോന്നുന്നത്, നല്ല രീതിയിൽ വർക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എഡിറ്റിങ്ങും ഒന്നും പറയാനില്ല, കിഡിലൻ വർക്കാണ്. കുറേ കിഡിലൻ ട്രാൻസിഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നല്ലൊരു തിയേറ്ററും കൂടെ ആയതുകൊണ്ട് നല്ല ആൾക്കാരും എല്ലാം കൊണ്ടും നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ത്രൂ ഔട്ട് ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതിൽ ഫസ്റ്റ് ഹാഫിൽ ആ കുട്ടിയുടെ പ്രകടനം, അതായത് നമ്മുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്, നമ്മുടെ കല്യാണിയുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ ആ കുട്ടിയുടെ പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിടിലൻ പ്രകടനമായിരുന്നു. അതെല്ലാം എനിക്ക് തോന്നുന്നു കല്യാണിക്ക് രണ്ട് ഫൈറ്റ് സീൻസ് ഉണ്ടായിരുന്നെങ്കിലും ഫൈറ്റ്സൊക്കെ അപ്രോപ്രിയേറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ വലിയ റൊമാൻസിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. കഥയ്ക്ക് വേണ്ട രീതിയിൽ എല്ലാം മാക്സിമം ഉപയോഗിച്ച് കൊണ്ടുപോയിട്ടുള്ളൊരു മൂവിയാണ് നമ്മുടെ ഈ ലോക എന്ന് പറയുന്നത്. കുറ്റം പറയാനായിട്ട് എനിക്കങ്ങനെ ഫസ്റ്റ് ഹാഫിലൊന്നും തന്നെ ഇല്ല. സെക്കൻഡ് ഹാഫിൽ വരെയാണെങ്കിലും സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് തീർന്ന കണക്കാണ് ഫീൽ ചെയ്തത്. കഥയിൽ നല്ല രീതിയിൽ ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട്. അത് ബ്ലെൻഡ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വേൾഡ് തമ്മിലുള്ള ബ്ലെൻഡിങ്, അതായത് നമ്മുടെ റിയൽ വേർഡും ഇതുപോലുള്ള ഫിക്ഷണൽ വേർഡും തമ്മിലുള്ള ബ്ലെൻഡിങ് വളരെ കൺവിൻസിങ് ആയിട്ടാണ് നമ്മുടെ ഡയറക്ടറും അതേപോലെ തന്നെ റൈറ്ററും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ട് അതേപോലെ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ബ്ലെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. നമ്മളൊരു മൂവി കാണുമ്പോൾ മേക്ക് ബിലീവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കിട്ടാത്തപ്പോഴാണ് പല മൂവീസും കൈവിട്ട് പോകുന്നത്. സ്റ്റോറി കേൾക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും, പക്ഷേ അത് ഔട്ട്പുട്ടിലോട്ട് എത്തുമ്പോഴത്തേനും ആ മേക്ക് ബിലീവ് എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെടും. പക്ഷേ ഈ മൂവിയിൽ ത്രൂ ഔട്ട് നമുക്ക് ഇങ്ങനെ സാധനം ഉണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമുക്കൊരു ബിലീവ് ഇങ്ങനെ വരും. അതാണ് ഒരു ഡയറക്ടറിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിൽ പുള്ളിക്കാരൻ വളരെ സക്സസ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി, നല്ല ഷോട്ട്സ്. ഈ 30 ക്രോറിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും എടുക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കിട്ടില്ല വർക്ക്, ആർട്ട് വർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബാംഗ്ലൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കാണിക്കുന്നതെങ്കിലും ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലാണെന്ന് അറിയുമ്പോൾ ഞാനും ഞെട്ടിപ്പോയി. കാരണം ഫുള്ള് പക്ക ബാംഗ്ലൂർ വൈബും, അതായത് നമ്മുടെ
ഹോളിവുഡിലൊക്കെ പറയുകയാണെങ്കിൽ ടോക്കിയോ ആ ഒരു വൈബൊക്കെ നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വളരെ നല്ല ഡയലോഗ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. OTT വരുമ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ ചികഞ്ഞ് കീറി ഒരു പരിപാടി എന്തായാലും ചെയ്യും, എല്ലാവർക്കും അത് ഉറപ്പാണ്. അങ്ങനത്തെ കുറച്ച് ഡയലോഗ്സ് അതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ പ്രശ്നമുള്ള ഡയലോഗ്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും കുറേ ആരോപണങ്ങൾ ഉയരാൻ ചാൻസ് ഉള്ള കുറച്ച് ഡയലോഗ്സ് ആ മൂവീസിലുണ്ട്. ഞാൻ പറയുന്നത് കള്ളും കഞ്ചാവ് അങ്ങനത്തെ ഒരു നോർമലൈസ് ചെയ്യുന്ന കുറച്ച് ഡയലോഗ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതല്ലാണ്ട് ഏറ്റവും പറയാൻ നമ്മൾ ഒരു മൂവിയിൽ വില്ലൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ്. നമുക്ക് ഒരു വില്ലൻ്റോട് എത്രത്തോളം ദേഷ്യം തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു, അപ്പോഴാണ് ആ ഒരു വില്ലൻ സക്സസ്ഫുള്ളായ ഒരു ആക്ടറാവുന്നത്. ഇതിൽ നമ്മുടെ പുള്ളിക്കാരൻ സാൻഡി വളരെ കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിയോയിൽ പുള്ളിക്കാരൻ ചെയ്ത റോള്, വിജയുടെ ആ ഫൈറ്റ് സീൻ നമുക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ വർക്കൗട്ടാകാൻ മെയിൻ കാരണം ഈ പുള്ളിയുടെ വില്ലനിസമാണ്. അത് ഈ മൂവിയിലും വളരെ നന്നായിട്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ നസ്ലാൻ കുറച്ച് സൈഡായി പോകുന്നത് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിയാണ്. സ്റ്റോറി ആർക്കും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് സ്റ്റോറിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഒരു റോളിനും ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. പക്ഷേ എന്നാലും കല്യാണിയുടെ സ്ക്രീൻ പ്രസൻസ് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കല്യാണിയാണ് ഫുള്ള് നിറഞ്ഞിരിക്കുന്നതെങ്കിലും കഥയുടെ പ്ലോട്ടാണ് മെയിൻ. കഥയിൽ നമ്മൾ ഫുള്ള് ഫോക്കസ്ഡ് ആയിരിക്കും. ഈ കഥ, അതാണ് ഈ മൂവിയുടെ വിജയം എന്ന് പറയുന്നത്. ഒരു ആക്ടറോ ആക്ട്രസിനോ ഫുള്ളി ഫോക്കസ് ചെയ്യാണ്ട് കഥയാണ് ഇതിൽ മെയിൻ വരുന്നത്. പിന്നെ ടൊവിനോയുടെ ക്യാമിയോ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ ആ കുട്ടിയുടെ അഭിനയം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ആപ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാസ്റ്റൊക്കെ പക്കയായിരുന്നു. ആർട്ട് കിട്ടില്ല, സിനിമാറ്റോഗ്രാഫി കിട്ടില്ല, എഡിറ്റിംഗ് കിട്ടില്ല, ഡയറക്ഷൻ കിട്ടില്ല, റൈറ്റിംഗ് കിട്ടില്ല, എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ എൻഡിങ്ങിലാണ് എനിക്ക് പേഴ്സണലി പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൂവി കണ്ട് ഇറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എൻഡിങ്ങിലാണ്. പക്ഷേ ആ എൻഡിങ്ങിൽ ഒരു പൂർണ്ണത എനിക്ക് ഫീൽ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ നിർത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പാർട്ടിലേക്ക് വേണ്ടി ഇനിയുമുണ്ട്, ഈ മൂവിയുടെ ബാക്കി ഇനിയുമുണ്ട് എന്ന് നമുക്കൊരു ഇതിന് വേണ്ടിയാണ് ആ ഒരു എൻഡിങ് എങ്ങനെ ഇട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻഡിങ്ങിൽ എനിക്ക് പെട്ടെന്ന് എൻഡിങ് പടം കഴിഞ്ഞു എന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ തീർന്ന കണക്കൊരു ഫീല്. പക്ഷേ അത് മാത്രം ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളൂ. ഓവറോൾ പടം അടിപൊളിയാണ്. 160 നിങ്ങളെ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്താണ്. പിന്നെ മൂവി കാണാൻ ഇനി പോകുന്നവരോടാണെങ്കിൽ അതിൻ്റെ റേഷ്യോയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നല്ല തിയേറ്ററിൽ തന്നെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നല്ലൊരു മ്യൂസിക്കും അത് ഞാൻ വിട്ടു, ജേക്സ് വിജയുടെ പുള്ളിക്കാരൻ്റെ മ്യൂസിക്കാണ് ആക്ച്വലി ആ ഒരു മൂവിയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് BGM മ്യൂസിക് സ്കോർ എന്ന് പറയുന്നത് ഈ മൂവി കണ്ടാൽ മനസ്സിലാവും. കാരണം ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല ആ ബ്ലെൻഡിങ്ങിൽ, സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ലോ ആ മൂവിയിലോട്ട് ആയി പോകുന്നതിൻ്റെ മെയിൻ റീസൺ പുള്ളിക്കാരൻ്റെ BGM കൂടിയാണ്. കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, കിട്ടില്ലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മ്യൂസിക്. പുള്ളിക്കാരനെ വിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനും കൂടെയാണ് ഈ മൂവി ഇത്രയും സക്സസ് ആവാൻ വേണ്ടി ഉണ്ടായിരുന്ന മെയിൻ ഫാക്ടറിൽ ഒരാളാണ് പുള്ളിക്കാരൻ. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു എക്സലൻറ്റ് വർക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് ഈ മൂവിക്ക് സാധിക്കും. അതേപോലെ തന്നെ അഭിനയമാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. സ്റ്റോറി ഇതിൻ്റെ എങ്ങനത്തെ രീതിയിലാണോ നമുക്ക് ഈ സ്റ്റോറി ബാക്കി കൊണ്ടുപോകാം, അതായത് സെപ്പറേറ്റ് സ്റ്റോറി ഈ ഒരു മൂവി വെച്ച് കഴിഞ്ഞാൽ 10-20 മൂവീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയ്ക്കുള്ള ത്രെഡ് ഇങ്ങനെ കിടപ്പുണ്ട്. കല്യാണി തന്നെ മെയിൻ വേണമെന്നുമില്ല. കല്യാണി അല്ലാണ്ട് വേറെ ഇപ്പോൾ ടൊവിനോനെ വെച്ച് വേണമെങ്കിലും ഒരു മൂവി ഫുള്ള് ഇതിൻ്റെ ബേസിസിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു റോളാണ് എല്ലാവരും എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനത്തെ റോളാണ്. എല്ലാവർക്കും ഏത് രീതിയിലാണോ കഥ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ്
ഈ മൂവി ചെയ്ത് വെച്ചിട്ട്. പിന്നെ കുറേ ക്യാമിയോസ് വരുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് വന്ന് പോകുന്ന കുറച്ച് ക്യാമിയോ ഫേസസ് ഒക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കുറ്റമൊന്നും പറയാനില്ല. വളരെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. എനിക്ക് ആകെപ്പാടെ പ്രശ്നമാണെന്ന് തോന്നിയത് ആ ക്ലൈമാക്സിൽ ആ ചെറിയൊരു പോർഷൻ മാത്രമാണ്. ബാക്കി ത്രൂ ഔട്ട് ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. 11:30 ഷോയ്ക്കാണ് ഞാൻ കയറിയ നൈറ്റ്. 2:30 ആയത് 2:45 ആയത് ഞാൻ അറിയില്ല. 150 മിനിറ്റ് കഴിഞ്ഞതേ അറിഞ്ഞിട്ടില്ല. വളരെ വേഗത്തിലിങ്ങനെ പോയ കണക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ എൻജോയ് ചെയ്ത് കണ്ടൊരു മൂവിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമയമുണ്ടെങ്കിൽ ഈ മൂവി കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തുടക്കം മോളിവുഡിൻ്റെ ഒരു ബിഗിന്നിങ് ആയിട്ട്, അതായത് മോളിവുഡ് കുറച്ചുകൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ മോളിവുഡ് മൂവീസ് കാണുന്നത് ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്ത്യക്കാരല്ലാത്തവരും മോളിവുഡ് മൂവീസ് കാണുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ കുറച്ച് കാലം പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഏരിയയിൽ മലേഷ്യൻ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഈ നമ്മുടെ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ അറിയാം. പക്ഷേ അവർക്ക് പേര് പ്രൊനൗൺസ് ചെയ്യാനൊന്നും അറിയത്തില്ല. അവരുടെ മൂവീസ് ഒക്കെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ നല്ല നല്ല മൂവീസൊക്കെ കാണും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെനിക്ക് വളരെ പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു മൂവി നമ്മുടെ വേൾഡിൽ കുറച്ചുകൂടെ നല്ല റെക്കഗ്നൈസേഷൻ കിട്ടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ കാണാത്തവർ ദയവേത് തിയേറ്ററിൽ പോയി തന്നെ എൻജോയ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. താങ്ക് യു.